ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. 10ാം ക്ലാസ് മാത്സിലെ ആദ്യത്തെ യൂണിറ്റാണ്. വളരെ രസകരമായിട്ടുള്ള എളുപ്പമുള്ള ഒരു യൂണിറ്റാണിത്. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു നമ്പർ സീക്വൻസ് തരാം. ഇതിലടുത്ത നമ്പർ ഗസ് ചെയ്യാമെന്ന് എല്ലാവരും ചെയ്യും, 5. ഓക്കെ, അതുപോലെ വേറൊരു സീക്വൻസ് തന്നു. ഇതിനടുത്ത നമ്പർ ഗസ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യും. എന്താണ്, 4 കൂട്ടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് 19. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സീക്വൻസിൻ്റെ അടുത്ത നമ്പർ പറയാൻ സാധിച്ചത്? ഇതിനെല്ലാം കൃത്യമായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. 2 നമ്പേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ 2 ടേംസ് തമ്മിൽ കൃത്യമായ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതിനാണ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായിട്ട് ഒരു ഡിഫറൻസ് ഉള്ള ഒരു നമ്പർ സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ചില നമ്പേഴ്സിന് അത് കാണില്ല, അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കൃത്യമായ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ നമ്പർ സീരീസ് 2 ഞാൻ എഴുതി. ഇതിൻ്റെ 10ാമത്തെ നമ്പർ, ഓക്കെ, ഇതിന് ഓരോന്നിനെയും ടേംസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം അങ്ങനെ എഴുതി. അപ്പോൾ ഇതിലെ 10ാമത്തെ ടേം ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി പോകൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ, എഴുതി കൂട്ടി പോകുന്നത്. എന്നാൽ ഒരൊറ്റ ഇക്വേഷൻ കൊണ്ട് ഇത് നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് ടേമിന് നമ്മൾ x1 എന്ന് പറയും, a1 എന്ന് പറയും, f എന്ന് പറയും. ഓക്കെ, നമ്മൾ കൂടുതലും x1 ആണ് എടുക്കാറ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ടേം പറഞ്ഞു. അപ്പോൾ 10th ടേം എന്ന് പറയുമ്പോഴേക്കും x10 എന്നാണ് നമ്മൾ പറയുക, x10. ഓക്കെ, അല്ലെങ്കിൽ a10 എന്തും പറയാം, x10 ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ x10 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇവരുടെ പൊസിഷൻസും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ, അങ്ങനെ 10th പൊസിഷനിലുള്ള 10th ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുള്ള ഇക്വേഷനാണ് xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഓക്കെ, ഇതാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്, അതുകൊണ്ട് തൽക്കാലം ഞാനിതൊന്ന് ഷെയ്ഡ് ചെയ്തേക്കാം. ഓക്കെ, എക്സാമിന് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. അത്രയും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ ചില നമ്പേഴ്സിനെയൊക്കെ ലെറ്റേഴ്സിനെയൊക്കെ പരിചയം ഉണ്ടാകും, ചിലത് പരിചയം ഉണ്ടാവില്ല. അത് ഏതാണെന്ന് നോക്കാം. ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും, അതായത് വ്യത്യാസം. ഇപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 1 ആണ് കേട്ടോ. കാര്യം കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ്, ഒരു ടേം എടുക്കുക, അതിന് തൊട്ട് മുമ്പത്തെ ടേം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ, അതായത് ഒരു നമ്പർ എടുത്തു, അതിന് തൊട്ട് മുന്നത്തത് കുറയ്ക്കണം. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. 4 3 2 1. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഒരു ടേം എടുക്കുക, അതിന് തൊട്ട് മുന്നത്തെ ടേം കുറയ്ക്കുക. -1 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, അത് മാറിപ്പോകരുത്. ഒരു ടേം എടുക്കുക, അതിന് തൊട്ട് മുമ്പത്തെ ടേം കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. ഡി ഈക്വൽ ടു ഡിഫറൻസ്. എൻ എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? ഓക്കെ, അതിപ്പോൾ നമുക്ക് 10ാമത്തെ ആണ് കാണണമെങ്കിൽ n 10 ആകും, 20ാമത്തെ ആണ് കാണണമെങ്കിൽ n 20 ആകും, 50ാമത്തെ ആണെങ്കിൽ n 50 ആകും. അപ്പോൾ എത്രാമത്തെ ആണ് എന്നുള്ളതിനാണ് n ഉപയോഗിക്കുന്നത്. എഫ് ഈക്വൽ ടു ഫസ്റ്റ് ടേം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ടേം അല്ലേ കാണേണ്ടത്. അപ്പോൾ x10 ഈക്വൽ ടു ഡി എത്രയാണെന്ന്. ഇവിടുത്തെ ഡി എത്രയാണ്? 4 ആണല്ലേ. 4n പ്ലസ് ഫസ്റ്റ് ടേം 3 മൈനസ് ഡിഫറൻസ് 4. ഓക്കെ, 40 പ്ലസ് -1. ഓക്കെ, അപ്പോൾ 40 പ്ലസും മൈനസും വരുമ്പോൾ മൈനസ്. അപ്പോൾ 40 - 1 39 ആണ് ഇതിൻ്റെ 10th ടേം എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ എഴുതി പോകുകയാണെങ്കിൽ ഇത് എത്ര ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിഫറൻസിൻ്റെ ഫോർമുല പറഞ്ഞു. അപ്പോൾ ഈ വിധത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതിപ്പോൾ അടുത്തടുത്തുള്ള ടേംസ് തന്നാലാണ് നമുക്ക് ഇങ്ങനെ ഡിഫറൻസ് എടുത്തൊക്കെ ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ പറ്റുക. സപ്പോസ് ഇങ്ങനെയാണ് ഒരു സീക്വൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ചോദിക്കുവാണ് ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്. നമുക്ക് 2 അടുത്തടുത്ത അഡ്ജസൻറ്റ് ടേംസ് ഇല്ല. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഡി ഈക്വൽ ടു ടി ഡി ബൈ പി ഡി. ഓക്കെ,
ടി ഡി എന്ന് പറയുന്നത് ടേം ഡിഫറൻസും പി ഡി എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ടേം, അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. ഓക്കെ, അപ്പോൾ അവരുടെ ടേംസ് തമ്മിൽ കുറയ്ക്കുക. അപ്പോൾ ടേംസ് തമ്മിൽ കുറച്ചു, അവരുടെ പൊസിഷൻ തമ്മിൽ കുറച്ചു. 12/3 4 ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. കണ്ടോ, ഇവിടെ 4 കിട്ടിയത്, ഇവിടെ 4 കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫറൻസ് കാണാം. അപ്പോൾ ഇതൊക്കെ ഇതും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഫോമുല ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതാണ്, പെട്ടെന്ന് പഠിക്കാവുന്നുള്ളൂ. TD/PD പെട്ടെന്ന് പറഞ്ഞ് പഠിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. 3, 7, 11, 15 ഈ ഒരു സീക്വൻസ് എടുത്തു. എൻ്റെ ചോദ്യം 200 ഇതിലെ ഒരു ടേം ആണോ, അല്ലെങ്കിൽ ഈ നമ്പർ സീക്വൻസിൽ ഒരു ടേം ആണോ എന്നാണ് ചോദ്യം. എങ്ങനെയാണെന്ന് നമുക്ക് എഴുതി നോക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയും ഒരു റൂളാണുള്ളത്. ടേം ബൈ ഡിഫറൻസ് ചെയ്താൽ റിമൈൻഡർ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. കേന്നിടാം. ഓക്കെ, കോൺസ്റ്റന്റ്. അതായത് നമ്മൾ ഇതിൽ ഏത് ടേമും, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്തു, അതിൽ ഏത് ടേമിനെ എടുത്തിട്ടും അതിൻ്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും കിട്ടുക. നമുക്ക് നോക്കാം. ഇപ്പോൾ 7 എടുത്തു, ഒരു ടേം, അതിനെ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചു, അപ്പോൾ എത്ര കിട്ടും? ബാക്കി റിമൈൻഡർ 3 കിട്ടി. 11 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എത്ര കിട്ടി? 1/4. റിമൈൻഡർ 3 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 200നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ 0 കിട്ടി. ഓക്കെ, അപ്പോൾ റിമൈൻഡർ ഇവിടെ ഇതിന് മാത്രം സെയിം അല്ല, അതുകൊണ്ട് എന്താണ് 200 ഒരു ടേം അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ ഒരു സീരീസിൽ ഇത് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നത്തെ ഒരു കൺസെപ്റ്റാണ് ഡിഫറൻസ് ഓഫ് ടേം ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് ഡി. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ 12 ആണ്, അതെന്ന് പറയുന്നത് ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ, അത്രയേ ഉള്ളൂ. ഇനിയുള്ളതാണ് നമുക്ക് ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഓൾജിബ്രിക് ഫോം എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഇത് ഈ സീരീസ് തന്നെ എടുക്കുക. 3, 7, 11, 15 അതെടുത്തു. ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം എഴുതാനാണ് ചോദിക്കുന്നത്. നേരത്തെ ആദ്യത്തെ ഇക്വേഷൻ തന്നെ xn = dn + f - d ഇടുക. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്നിന് വാല്യൂ ഇടരുത്, ബാക്കിയെല്ലാം ഇട്ടാൽ മതി. അപ്പോൾ xn = 4n + f - d. സോറി, 3 - 4 ആണ്. ഓക്കെ, 4n + -1 വിച്ച് ഈസ് 4n - 1 ആണ് ഇതിൻ്റെ nth ടേം. അതായത് ഇതിൽ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇതായിരിക്കും, 4n - 1 ആയിരിക്കും ഓൾജിബ്രിക് ഫോം. അല്ലെങ്കിൽ nth ഫോം, nth ടേം എന്നൊക്കെ പറഞ്ഞാലും ഇതായിരിക്കും 4n - 1. അപ്പോൾ ഇതെങ്ങനെയാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. xn = 4n - 1 എന്നാണ് ഇതിൻ്റെ ജനറൽ ഫോം. അപ്പോൾ ഇതിൻ്റെ x1 എന്ന് പറയുന്നത് 4 × 1 - 1 3. x2 എന്ന് പറയുന്നത് 4 × 2 - 1 7. x3 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 3 - 1 11. നമുക്ക് സീക്വൻസ് കിട്ടില്ലേ, 3, 7, 11. ഓക്കെ, അപ്പം നമുക്കൊരു സീരീസ് കിട്ടിയാൽ അതിനെ അതിൻ്റെ ഓൾജിബ്രയിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓൾജിബ്ര കിട്ടിയാൽ നമുക്കൊരു സീരീസ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാലും മനസ്സിലാകും. 4n - 1 എന്നാണ് ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം. എന്നിൻ്റെ കൂടെ കിടക്കുന്ന ആളെന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും, ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത് കിടക്കുന്ന നമ്പർ പാർട്ട് എന്ന് പറയുന്നത് f - d ആയിരിക്കും. ഇവിടെ f3 -4 -1 കണ്ടോ. അപ്പോൾ ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്താലും അതിൽ എന്നിൻ്റെ കൂടെ കിടക്കുന്നത് അതിൻ്റെ ഡിഫറൻസും വെറുതെ കിടക്കുന്ന നമ്പർ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ f - d ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിൻ്റെ ഫസ്റ്റ് ടേം ചോദിച്ചാൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കൂട്ടി ഫസ്റ്റ് ടേം കാണാവുന്നതാണ്. ഇതൊക്കെ ജസ്റ്റ് ലോജിക്കലി നമുക്ക് പെട്ടെന്ന് തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു ഫൺ ഫാക്ട് പറയാം. 3, 7, 11, 15 ഇതിൽ 2 ഓൾട്ടർനേറ്റ് ടേംസ് എടുക്കുക. ഓക്കെ, അതിൻ്റെ സം എടുക്കുക.
ഇതിനും അതിൻ്റെ മിഡിൽ ടേമുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ഇൻറ്റു 2 അല്ലേ? അതായത് ഫസ്റ്റ് ടൈം x1 സെക്കൻഡ് ടൈം x2 തേർഡ് ടൈം x3 ആണെങ്കിൽ x1 പ്ലസ് x3 ഈക്വൽ ടു 2 ടൈംസ് x2 ആയിരിക്കും. ഓക്കെ, ഇത് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ഇതുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അതോടുകൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്യുന്നത്. ഈ സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ സം എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോർഷനുള്ളൂ. അതോടുകൂടി ആ ചാപ്റ്റർ കഴിയും. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. തേർഡ് ടേം 34ഉം സിക്സ്ത് ടേം 67ഉം ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, തേർഡ് ടേം 34ഉം സിക്സ്ത് ടേം 67ഉം ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്താണെന്ന്. സിമ്പിളി ഇവിടെ ഡിഫറൻസ് ആണ് ഏറ്റവും ആദ്യം കിട്ടിയാലും ആദ്യമേ ഡിഫറൻസ് കാണാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഡിഫറൻസ് അടുത്തടുത്തല്ല, അപ്പോൾ നമുക്ക് TD/PD ചെയ്യണം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അതിട്ട് 33/3 വിച്ച് ഈസ് ഈക്വൽ ടു 11 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് 34ന് 2 തവണ ഡിഫറൻസ് കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേമിലേക്ക് എത്തും. അതായത് x3 മൈനസ് 2d ഈക്വൽ ടു x1. ഓക്കെ, 2 ചട്ടം ചാടിയാൽ മതി. 2 ടൈംസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 22 ആണ്. 2 × 11 22. 34 മൈനസ് 22 കിട്ടും 12. അപ്പോൾ 12 ആണ് ഇതിൻ്റെ ഫസ്റ്റ് ടേം. ഓക്കെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.